ശബരിമലയിൽ തിരക്ക് അനിയന്ത്രിതമായി തുടരുമ്പോഴും ഭക്തർക്ക് സുഗമമായ ദർശനമൊരുക്കേണ്ട പോലീസും ദേവസ്വം ബോർഡും രണ്ട് തട്ടിൽ. നിയന്ത്രണം പാളിയതിൽ പരസ്പരം പഴിചാരി ഇരുകൂട്ടരും തലയൂരുമ്പോൾ നരകയാതനയാണ് ഭക്തർ അനുഭവിക്കുന്നത്. കാര്യങ്ങൾ കൈവിട്ടുപോയതോടെ ദേവസ്വം മന്ത്രിയും ബോർഡ് പ്രസിഡന്റും സന്നിധാനത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇന്ന് ഉന്നതതല യോഗം ചേർന്നേക്കും. അതേസമയം തീർത്ഥാടന കാലം ആരംഭിച്ച ഒരു മാസം എത്തുമ്പോഴും ശബരിമലയിലെ നടവരവ് ദേവസ്വം ബോർഡ് പുറത്തുവിട്ടിട്ടില്ല. സാധാരണ 10 ദിവസങ്ങൾ കൂടുമ്പോൾ പുറത്തുവിട്ടിരുന്ന കണക്ക് എന്തുകൊണ്ട് ഇതുവരെ പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന ചോദ്യത്തിനും ദേവസ്വം ബോർഡിന് ഉത്തരമില്ല. എന്തായാലും മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷം അപര്യാപ്തതകളുടെ ഒരു കൂമ്പാരം തന്നെയാണ് ശബരിമലയിൽ കാണാൻ സാധിച്ചത്. ഇത്രയധികം തിരക്ക് വരുമ്പോൾ ഏതു രീതിയിൽ ഇതിനെ നിയന്ത്രിക്കണമെന്നുള്ള അടിസ്ഥാന കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ പോലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അതിന് കാരണം പ്രവൃത്തി പരിചയമുള്ള ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള ഒരു പോലീസ് വൃന്ദം അവിടെ ഇല്ലാതിരുന്നതാണ് എന്നുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോഴാണ് അനിയന്ത്രിതമായ തിരക്കിന് കാരണം പെട്ടെന്ന് ഒരു കൂട്ടം ഭക്തർ മാളികപ്പുറങ്ങളും കുഞ്ഞു മാളികപ്പുറങ്ങളും ഒക്കെയായി എത്തിയതാണ് എന്നുള്ള വിചിത്രവാദവുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റും മന്ത്രിയുമൊക്കെ രംഗത്തെത്തിയതും. അരുൺ കൊടുങ്ങൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, നിരവധി പാളിച്ചകൾ തന്നെയാണ് ഇപ്പോഴും സന്നിധാനത്ത് ദൃശ്യമാകുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് അനിയന്ത്രിതമായ തിരക്ക്. അതിനൊരല്പം ശമനം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഭക്തർ നരകയാതന അനുഭവിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമൊക്കെ നമ്മൾ കാണുന്നത്. തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ നിയന്ത്രണങ്ങൾ തന്നെയാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കാരണം വലിയ രീതിയിലുള്ള ഒരു നിയന്ത്രണങ്ങൾ പമ്പയിലും നിലയ്ക്കലും എല്ലാം തന്നെ ഏർപ്പെടുത്തിയതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ഈ സന്നിധാനത്തേക്ക് ഈ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മരക്കൂട്ടം അടക്കം ഉള്ള ഇടങ്ങളിൽ ക്യൂ കോംപ്ലക്സുകളിലടക്കം തീർത്ഥാടകരെ തടഞ്ഞു വെച്ചതിന് ശേഷം മാത്രമാണ് സന്നിധാനത്തേക്ക് അയക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ തിരക്കിന് ഒരു നേരിയ കുറവുണ്ടായതായാലും ഈ ഒരു വീഴ്ചയിൽ നിന്നെല്ലാം തന്നെ ഒരു പാഠം പഠിക്കുന്ന ഒരു സാഹചര്യമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. എന്തായാലും ദേവസ്വം മന്ത്രി നവകേരള യാത്രയുമായി മുന്നോട്ട് പോകുകയായിരുന്നു. ഇത്ര വലിയ ക്രൈസിസ് ഇവിടെ ഉണ്ടായിട്ടും, വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും, സമാനതകളില്ലാത്ത പ്രതിസന്ധി ഉണ്ടായിട്ടും നവകേരള യാത്രയുമായി തന്നെ ഇവർ മുന്നോട്ട് പോകുന്ന സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു പ്രശ്നങ്ങൾ അതിനുശേഷമാണ് ഇന്ന് ദേവസ്വം മന്ത്രി ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. അതിലേറ്റവും എടുത്തു പറയേണ്ടത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിവിധ വകുപ്പുകളുടെ ഏകോപനം പാളുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുണ്ടായിരുന്നത്. ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇന്ന് ദേവസ്വം മന്ത്രി, ദേവസ്വം ബോർഡ് പ്രസിഡന്റും എല്ലാം തന്നെ സന്നിധാനത്ത് എത്തിക്കൊണ്ട് ആ ഒരു കൃത്യമായ രീതിയിലുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ മണ്ഡലകാലത്തിന് മുമ്പേ തുടങ്ങേണ്ട ആ ഒരു മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തുന്നതിനും അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളെ തമ്മിൽ ഏകോപിപ്പിക്കുന്നതിനുള്ള ഒരു നടപടിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും 10 മണിയോടെ യോഗം ചേരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായി ഈ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ല എന്നതാണ് ഏറ്റവും പ്രധാന വെല്ലുവിളിയായി നിൽക്കുന്നത്. പോലീസും ദേവസ്വം ബോർഡും രണ്ട് തട്ടിലാണ് പ്രധാനമായി നിൽക്കുന്നത്. അത് വലിയ പ്രതിസന്ധി തീർക്കുന്നു. ആ ഒരു പ്രതിസന്ധി എത്രയും വേഗം മറികടന്നില്ല എങ്കിൽ തീർത്ഥാടകർക്ക് നരകയാതനയാകും, നരകതുല്യമായുള്ള ഒരു ശബരിമല യാത്രയാകും ഉണ്ടാകുക. സ്ഥലതിരിഞ്ഞ ഒരു പരിഷ്കാരങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെയെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത്. അത് പ്രതിസന്ധിയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും എല്ലാം തന്നെ സന്നിധാനത്തെത്തി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന് പറയുമ്പോഴും ഈ പടികേടി പരമാവധി തീർത്ഥാടകർ സന്നിധാനത്തെത്തി പരമാവധി തീർത്ഥാടകർക്ക് ദർശനം കൊടുക്കാൻ ഉള്ള ഒരു ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ നിയമിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ പരിചയസമ്പന്നരായ ശബരിമലയെ പറ്റി അറിയാവുന്ന, ശബരിമലയുടെ ഭൂപ്രവൃത്തിയെ പറ്റി അറിയാവുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ കൊണ്ടുവന്ന് നിലവിലത്തെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും എല്ലാം തന്നെ അയവ് ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പോലീസിനും ദേവസ്വം ബോർഡിനും വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു. ഇത്തരത്തിൽ ഈ ഭക്തർക്ക് നേരെ ഉണ്ടാകുന്ന ഈ നിയന്ത്രണങ്ങളെല്ലാം തന്നെ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. തലതിരിഞ്ഞ പരിഷ്കാരങ്ങൾ വലിയ രീതിയിലുള്ള ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകുന്ന സാഹചര്യം എല്ലാം മുന്നേ നിലവിൽ ഉണ്ടായിരുന്നു. ഈ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സന്നിധാനത്തേക്ക് എത്തി ഈ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളെല്ലാം തന്നെ മനസ്സിലാക്കി വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. എന്തായാലും IG അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സന്നിധാനത്ത് ഉണ്ട്. ഇതിനൊപ്പം തന്നെയാണ് ഈ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും എല്ലാം തന്നെ എത്തിയിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ഫ്ലൈ ഓവർ നട
നിറയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പടി കയറിയെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ ഒരു കുറവുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നത്തിന് നിലവിൽ പരിഹാരമായിരിക്കുന്നു. പൂർണ്ണമായും ഫ്ലൈ ഓവർ നിറഞ്ഞുകൊണ്ട് കൂടുതൽ തീർത്ഥാടകരെ പടി കയറ്റി വിടുന്നതിനുള്ള ഒരു സംവിധാനം ഒരുക്കി നൽകുന്നുണ്ട്. ഇപ്പം അത് തന്നെയാണ് ഇപ്പം ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. പക്ഷേ ഇപ്പോഴും മണിക്കൂറുകൾ കാത്തു നിന്നാൽ മാത്രമേ ദർശനം ഉണ്ടാകൂ എന്നതാണ് കാര്യം. കാരണം വരുന്ന വഴികളിലെല്ലാം തന്നെ എരുമേലിയിലും പത്തനംതിട്ടയിലും അടക്കം തീർത്ഥാടകരെ വിവിധ ഇടങ്ങളിൽ തടഞ്ഞിട്ടുകൊണ്ട് പമ്പയിലേക്ക് എത്തിക്കുന്നു. ഇവിടെ നിന്നുമാണ് മരക്കൂട്ടം അടക്കമുള്ളവരത്ത് കൃത്യമായി ഭക്തർ തൊഴുതിറങ്ങുന്നതിനനുസരിച്ച് തീർത്ഥാടകരെ മാത്രമാണ് സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. തീർത്ഥാടകർ കുഴഞ്ഞു വീഴുന്ന അവസ്ഥയിലേക്കെല്ലാം തന്നെ ഉണ്ടാകുന്നു. ഭക്ഷണവും വെള്ളവും ഒന്നും തന്നെ കിട്ടാതെ നരകയാതന അനുഭവിക്കുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായി തന്നെ കാണാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ തന്നെ ഇതാണ് തലതിരിഞ്ഞ ഒരു പരിഷ്കാരമാണ്. എന്തായാലും ഈ ശാസ്ത്രീയമായുള്ള ഒരു നീക്കങ്ങളിലേക്ക് തീരുമാനങ്ങളിലേക്ക് ഇനിയെങ്കിലും പോയില്ല എങ്കിൽ വരാനിരിക്കുന്നത് മണ്ഡല മകരവിളക്ക് കാലമാണ്. ആ ഒരു സമയത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് മണ്ഡലകാലത്തിന്. അതെ, പക്ഷേ അരുൺ, നമുക്കറിയാം സമാനതകളില്ലാത്ത വലിയ രീതിയിലുള്ള ഒരു വീഴ്ചയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായത്. അത് നമ്മൾ കണ്ടതാണ്. അതായത് തുടർച്ചയായ 5 ദിവസങ്ങളിൽ ഭക്തർക്കൊന്ന് അനങ്ങാൻ പോലും സാധിക്കാത്ത വിധമുള്ള അനിയന്ത്രിതമായ തിരക്ക്, വാഹനങ്ങളുടെ ഗതാഗത കുരുക്ക് ഒരു ഭാഗത്ത് അതിരൂക്ഷമായി തുടരുന്നു. മണിക്കൂറുകൾ, ദിവസങ്ങൾ പിന്നിട്ടിട്ട് പോലും വാഹനങ്ങൾക്ക് കടന്നു പോകാൻ ആവാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. മണ്ഡല മകരവിളക്ക് കൂടി മകരവിളക്ക് ദിവസത്തിന്റെ അടുത്ത് എത്തുന്നതോടുകൂടി തന്നെ ഈ തിരക്ക് ഇനിയും വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇതേ നിലപാട് പോലീസും ദേവസ്വം ബോർഡും തുടരുകയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അതുകൊണ്ട് ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തല്ലേ മതിയാകൂ. തീർച്ചയായും. കാരണം നിലവിൽ സന്നിധാനത്തേക്ക് ദർശനത്തിന് അനുവദിച്ചിട്ടുള്ള ആ പരിധി പൂർണ്ണമായും ഇപ്പോൾ ബുക്കിങ്ങിലൂടെ കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സന്നിധാനത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ഇതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ ഉണ്ടായേ മതിയാകൂ. കാരണം അല്ലെങ്കിൽ ഈ ഒരു മണ്ഡലകാലത്ത് വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഉണ്ടാകുമെന്ന് മുൻകൂട്ടി തന്നെ നമുക്ക് അറിയാം. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയായി തന്നെ ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തലതിരിഞ്ഞ പരിഷ്കാരങ്ങൾക്ക് അപ്പുറത്തേക്ക് ക്രിയാത്മകമായ ഇടപെടൽ, പ്രായോഗിക തലത്തിലേക്കുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി വേണ്ടത്. അതിനുള്ള ഒരു ക്രമീകരണങ്ങൾ തന്നെയാണ് ഇനി ഒരുക്കുകയും വേണ്ടത്. അതോടൊപ്പം തന്നെ ഭക്തർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പരിഷ്കാരങ്ങൾ തന്നെ വേണം ഇവിടെ എല്ലാം തന്നെ ഉണ്ടാകാൻ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആ ഒരു നിലപാടിലേക്ക് ദേവസ്വം ബോർഡ് പോകണം. നമുക്കറിയാം വലിയ ഒരു പ്രതിഷേധങ്ങൾ ശബരിമലയിൽ ഇത്തരത്തിൽ തീർത്ഥാടകർക്ക് നേരെ ഉണ്ടാകുന്ന ആ ഒരു പീഡനങ്ങൾ അത് വലിയ രീതിയിലുള്ള ചർച്ചയാകുന്നു. അതോടൊപ്പം തന്നെ ഹൈന്ദവ സംഘടനകളെല്ലാം തന്നെ ഈ വിഷയത്തിൽ രംഗത്തെത്തിയിരുന്നു. ഇന്നലെ ഹിന്ദു ഐക്യവേദിയുടെ വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കരിയുടെ നേതൃത്വത്തിലുള്ള ഹിന്ദു ഐക്യവേദി നിയോഗിച്ച ഒരു പ്രതിനിധി സംഘം ശബരിമലയിൽ എത്തിയിരുന്നു. അവർ കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തിയിരുന്നു. ദേവസ്വം ബോർഡിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യങ്ങളുണ്ട്. എന്തായാലും ഇന്ന് കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള BJPയുടെ പ്രതിനിധി സംഘം കൂടി എത്തുന്നുണ്ട്. എന്തായാലും അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം പുറത്തും നടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്തായാലും ക്ഷമിക്കാൻ പറ്റാത്ത ഒരു പാളിച്ചകൾ തന്നെയാണ് ശബരിമലയിൽ ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതെ, തീർച്ചയായും അരുൺ. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ഇതുവരെ ദേവസ്വം ബോർഡ് ഈ നടവരവിന്റെ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ കാലതാമസം വരുന്നത്? അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം ആദ്യ 10 ദിവസത്തെ കണക്കുകളാണ് മുൻ വർഷങ്ങളിലെല്ലാം തന്നെ നോക്കുന്നത്. ഇതിനുശേഷം 10 ദിവസം കൂടുമ്പോൾ ശബരിമലയിലെ നടവരവ് എത്ര എന്നുള്ളത് കൃത്യമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റോ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസറോ ഈ 3 തലത്തിൽ നിന്നും മാധ്യമങ്ങൾ വഴി പുറത്തുവിടുന്നതാണ്. പക്ഷേ ഇതുവരെയും, അതായത് മണ്ഡലം കാലം ആരംഭിച്ച് 1 മാസം അടുക്കുകയാണ്. പക്ഷേ ഇതുവരെയും ശബരിമലയിൽ എത്ര രൂപയാണ് വരുമാനം ഉണ്ടായിരുന്നതെന്നുള്ള ഒരു കൃത്യമായ ഒരു കണക്ക് ദേവസ്വം ബോർഡ് പുറത്തുവിട്ടിട്ടില്ല. ഇത് വലിയൊരു സംശയം കൂടി ഇരിക്കുന്നതിലും വലിയ രീതിയിലുള്ള ഒരു വരുമാന വർധനവ് ഇക്കുറി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. എന്താണ് ഇത്തരത്തിലുള്ള ഒരു വരുമാനം പുറത്തുവിടുന്നതിലുള്ള സാങ്കേതികമായ തടസ്സം എന്നുള്ളത് ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നുമില്ല. എന്തായാലും ഇതിന് കൃത്യമായ ഒരു മറുപടി ദേവസ്വം ബോർഡ് പറയുന്നുമില്ല. എന്തായാലും ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം മന്ത്രിയൊക്കെ സന്നിധാനത്തുണ്ട്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ കൂടി ഒരു തീരുമാനം ഉണ്ടാക്കുമെന്നാണ് അറിയുന്നത്. കാരണം വലിയ രീതിയിലുള്ള ഒരു തീർത്ഥാടക തിരക്കാണ് സന്നിധാനത്തേക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ നടവരവിലും അതിന് അനുസരിച്ചുള്ള ഒരു വർധന ഉണ്ടാകുന്നു. ഓരോ വർഷവും അനുസരിച്ചിട്ട് സന്നിധാനത്തേക്ക് വലിയ രീതിയിലുള്ള വരുമാന വർധന ഉണ്ടാകുന്നു. റെക്കോർഡ് വരുമാനത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ വർഷം മാത്രം 351 കോടി രൂപയായിരുന്നു ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന കണക്ക് പ്രകാരം സന്നിധാനത്തേക്ക് ലഭിച്ചത്. അതിലും എത്രയോ വലിയ ഒരു സംസ്ഥാനത്തൊട്ടാകെ വലിയ ഒരു വരുമാന വർധനവ്, സംസ്ഥാനത്ത് ഒന്നാകെ ഉടനീളം സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മെച്ചമുണ്ടാക്കുന്ന ഒരു മണ്ഡല മകരവിളക്ക് കാലമായിരുന്നു അത്. എന്തായാലും ആ ഒരു രീതിയിലേക്ക് ഇത്തവണയും വലിയ രീതിയിലുള്ള ഒരു വരുമാന വർധനവ് ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരു മാസമായിട്ടും നിലവിൽ ദേവസ്വം ബോർഡ് കൃത്യമായി വരുമാനം എത്രയാണ്, എത്ര രൂപയാണ് ഇതുവരെ നടപരമായി ലഭിച്ചത്, വിവിധ ഇനങ്ങളിൽ എത്ര രൂപ ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ കൃത്യമായി പറയുന്നത്. നേരത്തെയൊക്കെ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വെല്ലങ്കഴുതടിയായി പറഞ്ഞിരുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളൊന്നും തന്നെ ഈ കൊറോണ കാലത്തിന് സമാനമായി അല്ലെങ്കിൽ പ്രളയത്തിന്റെ സമയത്തൊക്കെ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു ഈ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുമ്പോൾ ഇതിനെ പഴിയായി പറഞ്ഞിരുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഇവിടെ ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ രീതിയിലുള്ള ഒരു വരുമാന വർധനവ് സന്നിധാനത്ത് മാത്രമല്ല അനുബന്ധ കേന്ദ്രങ്ങളിലും ഇടത്താവളങ്ങളിലും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു വരുമാന വർധന കൂടി ഉണ്ടാകുന്ന സമയമാണ്. എന്തായാലും ദേവസ്വം ബോർഡ് ഈ ഒരു കണക്ക് കൂടി ഇന്ന് പുറത്തു വിടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതിനൊന്നും യാതൊരു തരത്തിലുള്ള ന്യായീകരണവുമില്ല. എത്ര രൂപയാണ് വരുമാനം ലഭിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു തീരുമാനവും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന്, ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ശരി അരുൺ, ശബരിമലയിലെ നിയന്ത്രണങ്ങൾ പാളിയതിൽ പരസ്പരം പഴിചാരിയിരിക്കുകയാണ് ദേവസ്വം ബോർഡും പോലീസും. അതിനിടെ 10 ദിവസത്തെ ഇടവേളകളിൽ പുറത്തുവിട്ടുകൊണ്ടിരുന്ന നടവരവിന്റെ കണക്കുകൾ ദേവസ്വം ബോർഡ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതും നോക്കിക്കാണേണ്ടുന്ന ഒരു വസ്തുതയാണ്.